Commercial and residential services. Aura Cleaning, Thrissur. Aura Cleaning, Thrissur. ഇതിൽ ആദ്യത്തെ സിനിമ കഥയ്ക്ക് പിന്നിൽ KG ജോർജ് എന്ന മഹാനായ സംവിധായകൻ, മമ്മൂട്ടിയുടെ തന്നെ നമുക്കറിയാം യവനിക എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് ഒരു മികച്ച വേഷമൊക്കെ തുടക്കകാലത്ത് കൊടുത്തിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹം അന്നത്തെ ഹിറ്റ് റൈറ്ററായ ഡെന്നിസ് ജോസഫ് എഴുതിയ ഒരു സിനിമയാണ് കഥയ്ക്ക് പിന്നിൽ. നിങ്ങൾ പലവരും സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ആ സിനിമ പണ്ടെപ്പോഴോ ചെറുപ്പത്തിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് സീൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഡെന്നിസ് ജോസഫിന്റെ ചരിത്രമേനിലൂടെ അദ്ദേഹം ആ സിനിമയെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും ആ സിനിമ കണ്ടതും. അന്ന് ഡെന്നിസ് ജോസഫിന്റെ ശ്യാമ കണ്ടിട്ടാണ് KG ജോർജ് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരണം എന്ന് പറയണത്. ശരിക്ക് മനുവങ്കിൾ എന്ന സിനിമയായിരുന്നു അന്ന് ആദ്യം ചെയ്യേണ്ടിരുന്നത്. പിന്നെ അത് സംഭവിച്ചില്ല. അങ്ങനെയാണ് കഥയ്ക്ക് പിന്നിലേക്ക് എത്തിയത്. അങ്ങനെ കഥയ്ക്ക് പിന്നിൽ എന്ന സിനിമ സംഭവിക്കുന്നു. ആ ഒരു സിനിമ മമ്മൂട്ടി അഭിനയിക്കുന്നു. നല്ലൊരു വേഷമായിരുന്നു, മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ അന്ന് ആ സിനിമ വിചാരിച്ച പോലെ തിയേറ്ററിൽ ഏറ്റില്ല. പിന്നെ മറ്റൊരു സിനിമ പൊട്ടും കുരവിയും, ആലപ്പി അഷ്റഫ് ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിലും മമ്മൂട്ടി ഒരു നല്ലൊരു വേഷം തന്നെയാണ് മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആ സിനിമയും അന്ന് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ കുറേ സിനിമകൾ 86 ഓണത്തിന് കുറേ സിനിമകൾ പരാജയപ്പെട്ടു. അതിനുശേഷം അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു 86 ഒരു പകുതി മുതൽ 87 വരെ, ഒരു ജൂലൈ വരെയൊക്കെ മമ്മൂട്ടിയുടെ മോശം സമയം തന്നെയായിരുന്നു. അത്തരത്തിൽ പരാജയപ്പെട്ടു പോയ 1-2 സിനിമകളാണ് നമ്മളിപ്പോൾ പറഞ്ഞ 2 സിനിമകൾ. അടുത്ത സിനിമ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക്. അത് വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. മമ്മൂട്ടിയുണ്ട്, ഉർവശിയുണ്ട്, ലിസി, കൊച്ചിൻ ഹനീഫ, ലാലു ലക്സ്, പ്രതാപചന്ദ്രൻ, KPSC സണ്ണി, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആ സമയത്ത് ഇറങ്ങി കൊച്ചിൻ ഹനീഫയുടെ കുറെ സിനിമകൾ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേണിൽ പെട്ടിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമ എത്രത്തോളം മമ്മൂട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ സത്യൻ അന്തിക്കാടിന്റെ സിനിമയാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറവ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അത്. ഞാൻ ആ സിനിമ പണ്ട് 90-കൾ എപ്പോഴും TV-യിലാണ് കണ്ടിട്ടുള്ളത്. അന്ന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഇപ്പോഴും അതിൽ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രം, ശ്രീനിവാസനൊരു കുക്കായിട്ട് വരണതും, ആ ശ്രീനിവാസന്റെ കുറെ തമാശകളൊക്കെ ഉള്ളത്. പിന്നെ അതിൽ യദുകൃഷ്ണൻ അനിയന്റെ കഥാപാത്രം, ശങ്കരാടിയുടെ കഥാപാത്രം, അമ്മയായിട്ട് സുകുമാരി, ശങ്കരാടിയിൽ എപ്പോഴും അമ്പലത്തിൽ ഒരു ട്രിപ്പ് അടിക്കുന്ന ഒരു കഥാപാത്രമൊക്കെയാണ്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു സിനിമ അന്ന് വിചാരിച്ച പോലെ ഏറ്റില്ല. സത്യൻ അന്തിക്കാട് അങ്ങനെയാണല്ലോ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. മമ്മൂട്ടി ചോദിച്ചത് എനിക്കൊരു ഹിറ്റ് തരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അർത്ഥവും കളികളൊക്കെ മമ്മൂട്ടിനെ വെച്ച് ചെയ്ത് അതൊക്കെ ഹിറ്റാക്കിയത്. എന്തായാലും ആ സിനിമ അന്ന് പരാജയപ്പെട്ടു. ഈ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെയാണ് തോന്നുന്നു അന്ന് മമ്മൂട്ടി അന്ന് പറഞ്ഞിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, എന്ത് ചെയ്യുമെന്ന് തിലകനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അന്ന് ഒരു സിനിമ ഓൾറെഡി ഇറങ്ങാനുണ്ട്, മമ്മൂട്ടിയുടെ അല്ല ജോഷിയുടെ ന്യൂഡൽഹി, അതിലൊരു പ്രതീക്ഷയുണ്ട് എന്ന് മമ്മൂട്ടി പറഞ്ഞത്. ആ ഒരു സിനിമയാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ന്യൂഡൽഹി. ആ ഒരു സിനിമയും ആ 96 അവസാനമായി കഴിഞ്ഞപ്പോൾ അന്ന് മമ്മൂട്ടിയുടെ മോശം സമയം. അപ്പോൾ മമ്മൂട്ടീനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെ ഉറപ്പിച്ച് പ്രൊഡ്യൂസർ ജൂബിലി ജോയ്, ജോഷി, ഡെന്നിസ് ജോസഫ് ഇവരൊരുമിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത സിനിമയാണ് ന്യൂഡൽഹി. ജനുവരി, ആ വർഷം 87 ജനുവരിയിലാണ് ന്യൂഡൽഹിയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷെ പല കാര്യങ്ങൾ അതിൻ്റെ സെൻസർ ബോർഡ് പ്രശ്നങ്ങളെല്ലാം കൊണ്ട് പെട്ട് അവസാനം ജൂലൈയിലാണ് ആ സിനിമ തിയേറ്ററിൽ എത്തുന്നത്. അങ്ങനെ ആ ന്യൂഡൽഹി മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് ഒരു പുതുജീവൻ നൽകി. അന്നും ഒരു ബോക്സ് ഓഫീസ് തന്നെ ഒരു ഇളക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എനിക്കൊന്നും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ, അപ്പുറത്തുനിന്ന് രാമദാസിലായിരുന്നു തോന്നുന്നു തൂവാനത്തുമ്പിലുണ്ട്. അപ്പോൾ തൂവാനത്തുമ്പിൽ ആ സമയത്താണ് ഇറങ്ങുന്നത്. പക്ഷെ രാഗം തിയേറ്ററിന്റെ ഗ്ലാസ് വരെ പൊട്ടി ആളുകളുടെ തിരക്ക് കാരണം എന്നൊക്കെ അന്ന് പലപ്പോഴും ഡെന്നിസ് ജോസഫ് തന്നെ അതൊക്കെ പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗായത്രി അശോകൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള സിനിമ, മമ്മൂട്ടി അതിഗംഭീരമായിട്ടുള്ള ഒരു റോള്. രജനീകാന്ത് വരെ റീമേക്ക് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ് ന്യൂഡൽഹി. അടുത്തൊരു സിനിമ IV ശശിയുടെ സിനിമയാണ്. ഇത് മമ്മൂട്ടിയുടെ ഒപ്പം മധുവും രതീഷും, ഒരു വലിയ മൾട്ടി സ്റ്റാർ സിനിമയാണ്. ഇത്രയും കാലം. അത് വലിയ ഈ പറഞ്ഞ പോലെ ജയനൻ വിൻസെന്റ് ആണ് അതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശ്യാമാണ്. പക്ഷെ ഈ സിനിമയും അന്ന് ഒന്നും വിചാരിച്ച പോലെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് പോവാതെ ഒരു സിനിമയാണ്. പിന്നെ നൊമ്പരത്തി പൂവ്, പത്മരാജന്റെ സിനിമ. അതും ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള സിനിമ. ഞാൻ ഒരു തവണ സിനിമ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ സിനിമ അതിന് ത്രൂ ഔട്ട് കണ്ടിട്ടില്ല. ഇടയ്ക്ക് അതിന്റെ സീൻസ് ഒക്കെ വരുമ്പോൾ കാണുന്നുള്ളത് ഒരു ഭയങ്കര ഒരു സങ്കടം ഉള്ള ഒരു സിനിമയായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അതിൽ ബേബി സോണിയ, മാധവിയും അതുപോലെ തന്നെ മമ്മൂട്ടിയും. അതിൽ ഇപ്പൊ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആ കുട്ടി എന്തോ അനാഥയാണോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഭയങ്കര സങ്കടമാണ് എനിക്ക് സിനിമ. അതും അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഒരു പത്മരാജന്റെ ഒരു സിനിമ എന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ചിട്ടുള്ള ഒരു സിനിമയല്ല നൊമ്പരത്തിപ്പൂവ്. പിന്നെ അടുത്ത സിനിമ അടിമകൾ ഉടമകൾ, IV ശശി, T ദാമോദരൻ കൂട്ടുകെട്ട്. അവരുടെ സിനിമ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അറിയാം, തൊഴിലാളി അല്ലെങ്കിൽ ഒരു ഫാക്ടറി മുതലാളി, ഇങ്ങനെ എല്ലാം
പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കുറെ പൊളിറ്റിക്സ് പറഞ്ഞ സിനിമയായിരിക്കും. മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതിൽ മോഹൻലാലുണ്ട്, നളിനി, രതീഷ്, മുകേഷ്, ഉർവശി, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ അതിനും അപ്പുറം എന്ന സിനിമ തേവലക്കര ചെല്ലപ്പൻ എന്ന ഡയറക്ടറുടെ സിനിമയാണ്. അതിൽ മമ്മൂട്ടിയും മുകേഷും ഗീതയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെയും കഥ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. നിങ്ങളെ പലരും ആ സിനിമ കണ്ടിട്ടുണ്ട്, വ്യക്തമായിട്ട് അതിന്റെ കഥ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ തനിയാവർത്തനത്തിനെ കുറിച്ചും പറയണ്ട. ലോഹിദാസ് എന്ന എഴുത്തുകാരനെ, ആ തനിയാവർത്തനത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം മമ്മൂട്ടിയുടെ സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. വലിയൊരു താല്പര്യമില്ലാതെയാണ് മമ്മൂട്ടി ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നതൊക്കെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിന്റെ ഫാസിലിന്റെ മണിമത്തൂരിലായിരം ശിവരാത്രികൾ തുടങ്ങാൻ പോകുന്നു. അപ്പൊ മമ്മൂട്ടിക്ക് ഇത് തീർത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പക്ഷെ ആ സിനിമ, അതിലെ ആ മാഷിന്റെ കഥാപാത്രം, മമ്മൂട്ടി ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടേണ്ട വേഷം തന്നെയായിരുന്നു. പക്ഷെ അതിഗംഭീരമായിട്ടുള്ളൊരു വേഷമാണ്. അത് ന്യൂഡൽഹി കഴിഞ്ഞ് കുറച്ച് ആഴ്ചകളുടെ ഗ്യാപ്പിലാണ് തനിയാവർത്തനം ഇറങ്ങുന്നത്. വളരെയധികം പേരെടുത്തു, കാശ് കിട്ടിയ സിനിമയാണ്. പക്ഷെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയില്ല. സിബി മലയിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററിന് വേണ്ടി പിന്നെ കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എങ്കിൽ പോലും മമ്മൂട്ടി എന്ന നടന്റെ ഒരു മികച്ച കഥാപാത്രം തന്നെയാണ് തനിയാവർത്തനം. അടുത്ത സിനിമ ഫാസിലിന്റെ സിനിമ മണിമത്തൂരിലെ ആയിരം ശിവരാത്രികൾ. അതും ഒരു ഫാസിലിന്റെ സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൽ കൂടുതൽ ഫാമിലി ഇമോഷൻസ് ഒക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അതിൽ മമ്മൂട്ടി സുഹാസിനിയും അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അത് അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. അടുത്ത സിനിമ കാലം മാറി കഥ മാറി. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് എം കൃഷ്ണൻ നായരാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ടി വാസുദേവൻ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇവർ രണ്ടുപേരുടെയും, ഈ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും അവസാനത്തെ സിനിമയാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. മമ്മൂട്ടി, അടൂർ ബാസി, ലാലു ലക്സ്, ശോഭന, ഒരുപാട് പേരുണ്ട്, തിലകൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റിലെ സിനിമയാണ്. പക്ഷെ ഇതൊന്നും വന്ന് തിയേറ്ററിൽ വിജയിക്കാതെ പോയ സിനിമ തന്നെയാണ്. പിന്നെ ആൺകളിയുടെ താരാട്ട്, കൊച്ചിൻ ഹനീഫ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ, മമ്മൂട്ടിയും രേവതിയും റഹ്മാനും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അന്ന് മമ്മൂട്ടി റഹ്മാൻ കൂട്ടുകൾക്ക് മിനിമം ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. അതങ്ങനെ വലിയ എ സെന്റേഴ്സിൽ ഓടിയില്ലെങ്കിലും ബിയിലും സിയിലൊക്കെ കൂടി ഓടി അത്യാവശ്യം മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്ന ഒരു കോംബോയായിരുന്നു അവരുടെ. പിന്നെ അടുത്ത സിനിമ അനന്തരം. അത് അടൂർ ഗോപാലകൃഷ്ണ സിനിമ. അനന്തരത്തിൽ നമുക്ക് മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറയാൻ പറ്റില്ല. അശോകൻ എന്ന് പറയുന്ന നടനാണ്, അദ്ദേഹത്തിനാണ് കൂടുതൽ ആ ഒരു സിനിമ ഗുണം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ശോഭനയും നല്ലൊരു വേഷമുണ്ട്, നല്ല ഒരു സിനിമ തന്നെയാണ്. പിന്നെ മമ്മൂട്ടി, അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്തിട്ടില്ല, പക്ഷെ മമ്മൂട്ടി വെച്ച് പലപ്പോഴും സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്ന സിനിമ മമ്മൂട്ടി വെച്ചിട്ട് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്യുന്ന സിനിമ ഡിസംബറിലാണ് റിലീസാകാൻ പോകുന്നതെന്ന് ആണ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് കേട്ടിട്ടുള്ളത്. എന്തായാലും അനന്തരം ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അല്ല, അശോകന്റെ സീൻസ് ഒക്കെ നല്ല ഓർമ്മയുണ്ട്. അടുത്ത സിനിമ ഐ വി ശശിയുടെ തന്നെ സിനിമയാണ്. ടി ദാമോദരൻ എഴുതിയിട്ടുള്ള സിനിമ നാൽക്കവല. അല്ലെ മമ്മൂട്ടി, സീമ, ശോഭന, ഉർവശി, വലിയ മൾട്ടി സ്റ്റാർ ഒരു സിനിമ തന്നെയാണ്. ആ ഒരു സിനിമ കുറച്ചൊരു ആക്ഷൻ മൂഡിലുള്ള ഒരു കോഴിക്കോടുള്ള ഒരു ഗ്രാമം, മമ്മൂട്ടിയുടെ അങ്ങനത്തെ ഒരു നാടൻ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ സിനിമയും അങ്ങനെ കുറേ കണ്ടിട്ട് അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ എങ്കിലും ഐ വി ശശിയുടെ എപ്പോഴും, ഐ വി ശശി ഒരു സിനിമ ചെയ്യുമ്പോൾ അന്നൊക്കെ ഒരു 80s ഒക്കെ കഴിഞ്ഞതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും മമ്മൂട്ടി തന്നെയായിരിക്കും. പിന്നെ മോഹൻലാലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും മമ്മൂട്ടി വെച്ചിട്ടുള്ളത് ഐ വി ശശി സിനിമ ചെയ്ത മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ, ഐ വി ശശിയുടെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകളിലും മമ്മൂട്ടി തന്നെയായിരിക്കും. ഒരു 80s ശേഷം എടുത്തത്. മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളേ ഉള്ളൂ. അത് സോളോ ആയിട്ട് മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഐ വി ശശി മോഹൻലാൽ ടീമിന്റെ വിജയിച്ചിട്ടുള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് 87 എന്ന് പറയുന്ന ഒരു വർഷത്തെ മമ്മൂട്ടിയുടെ സിനിമകൾ. അതിൽ ന്യൂഡൽഹി തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് സിനിമ. പിന്നെ തനിയാവർത്തനം എൻ്റെ ഫേവറേറ്റ് സിനിമയാണ്. ഇത് നിങ്ങൾ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമകളെ കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ന്യൂഡൽഹിക്ക് അന്ന് ആരെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? അന്ന് എന്തായിരുന്നു അന്നത്തെ ഒരു, കാരണം മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് പറഞ്ഞ ആ ഒരു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അന്നത്തെ ഓർമ്മകളും നമുക്ക് ഷെയർ ചെയ്യാം.